അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാമൂഹ്യ ജീവിയാണല്ലോ മനുഷ്യൻ. മനുഷ്യന്റെ നിലനിൽപ്പും വളർച്ചയുമെല്ലാം പരസ്പര ബന്ധത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള ഈ പരസ്പര ബന്ധം കേവല ഭൗതികമായ കാര്യമായിട്ടല്ല, ഉന്നതമായ ഒരു ആത്മീയ പ്രവർത്തനമായിക്കൊണ്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകുന്നതിനനുസരിച്ച് മനുഷ്യരുമായി അകലുകയും മനുഷ്യരുമായി ബന്ധപ്പെടുന്നതിനനുസരിച്ച് ദൈവവുമായി അകലുകയും ചെയ്യുന്ന രീതിയിലല്ല ഇസ്ലാം അതിനെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. എത്രത്തോളം ദൈവവുമായിട്ട് ബന്ധമുണ്ടോ അത്രത്തോളം മനുഷ്യനുമായിട്ടുള്ള ബന്ധം, എത്രത്തോളം മനുഷ്യനുമായി ബന്ധമുണ്ടോ അത്രത്തോളം ദൈവവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ ദൈവികവും മാനവികവുമായ ബന്ധങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിത രീതിയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന റമദാൻ മാസത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസേവന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാം വിശക്കുകയും ആരാധനയിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുകയും അവരിൽ തന്നെ വിശപ്പ് അനുഭവപ്പെടുന്നവരെ അവരോട് ഐക്യപ്പെടുകയും ചെയ്യുക എന്നൊരു കാര്യമാണ്. ദൈവികമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു എന്ന് അവകാശപ്പെടുകയും മനുഷ്യരെ അവഗണിക്കുകയും ചെയ്യുക എന്നത്, അതുപോലെ തന്നെ മാനവികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് അവകാശപ്പെടുകയും പടച്ച തമ്പുരാനെ അവഗണിക്കുകയും ചെയ്യുക എന്നത് അസംബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും അവന്റെ സൃഷ്ടികളിലേക്ക് അടുക്കുകയും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുകയും അവന്റെ പടപ്പുകളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന മാനവികവും ദൈവീകവുമായിട്ടുള്ള വളരെ സമഗ്രമായ ഒരു ജീവിത ദർശനത്തെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാൻ ഉള്ള പ്രചോദനമായി തീരണം നമുക്ക് പരിശുദ്ധ റമദാൻ മാസം. ഈ ദൈവികതയും മാനവികതയും പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.